ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കളക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ട്യൂട്ടോറിയൽ കം ഡിസ്പ്ലേ വീഡിയോ ആണ് കാണുന്നത്. ഒരു സാരിയുടെ ഡിസ്പ്ലേ ആണ് ആദ്യം കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് ആണ് നമ്മൾ ട്യൂട്ടോറിയലായിട്ടും കാണിക്കുന്നത്, എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സ്റ്റിച്ച്. പക്ഷേ ഈ സ്റ്റിച്ച് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ പല സ്റ്റിച്ചും നമ്മൾ കാണിക്കുന്ന ഒരു രീതിയായിരിക്കും. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് ആണെങ്കിൽ നമ്മൾ സ്റ്റെമ്മം തയ്ക്കാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഫുള്ള് ഫ്ലവർ ഫില്ലിങ്ങിനും അതുപോലെ തന്നെ ബോർഡർ ഡിസൈനിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കാൻ അങ്ങനെ തയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റെം ആണെങ്കിൽ ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ഫേസ് ഒക്കെ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെംസിന് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവറും ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ഫില്ലിംഗ് ആയിട്ടും യൂസ് ചെയ്യാം. അതല്ല സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് തയ്ക്കാനും ബോർഡറായിട്ട് തയ്ക്കാനും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സ്റ്റെമ്മും ചെയിനും അങ്ങനെ പല പല സ്റ്റിച്ചസും ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിച്ചസും ഒരു ഇതിപ്പോൾ പൂ മാത്രം തയ്ക്കാനാണ് എന്നുള്ളൊരു സ്റ്റിച്ച് എനിക്ക് അങ്ങനെ വളരെ കുറച്ച് സ്റ്റിച്ചസ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ബാക്കിയുള്ള സ്റ്റിച്ചസൊക്കെ മൾട്ടിപ്പിൾ യൂസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സ്റ്റിച്ചാണ് ഇത്. നമ്മൾ കാണാൻ പോകുന്നത് റേസ്ഡ് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ അത് റേസ്ഡ് ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഫ്ലവർ തയ്ക്കാം. അതുപോലെ തന്നെ വേറെ പല രീതിയിലും ബോർഡറായിട്ട് വേണമെങ്കിൽ തയ്ച്ച് കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച് പോകാം. അങ്ങനെ പല രീതിയിലും അത് തയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് അതൊരു ഫ്ലവറായിട്ട് തയ്ച്ച് എത്ര ബ്യൂട്ടിഫുൾ ആകും എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണാം. ആദ്യം നമുക്ക് സാരിയിൽ തയ്ച്ച് ആ ഒരു പാറ്റേൺ കാണാം. അത് കഴിഞ്ഞാൽ സാരി എങ്ങനെയാണ് വരുന്നത്. ഈ സാരി റിലീഫുൾ സെയിലാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം സാരി കാണാം, എന്നിട്ട് ട്യൂട്ടോറിയൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഇതൊരു ലാവൻഡർ സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് റാണി പിങ്ക് ആൻഡ് ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ലീവ്സിന് ഗ്രീൻ കളർ അല്ല കൊടുത്തിരിക്കുന്നത്, ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറായിട്ടുള്ള ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലീഫും സ്റ്റെമ്മും തയ്ച്ചേക്കുന്നത്. ഫ്ലവർ തയ്ച്ചേക്കുന്നത് റാണി പിങ്ക് കളർ വെച്ചിട്ടാണ്, നടുക്കൊരു പേളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാറ്റേൺസാണ് നമ്മൾ തയ്ച്ചേക്കുന്നത്. അതിൻ്റെ അത് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം. ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്ന ഒരു സ്റ്റിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചാണ് നമ്മളിന്ന് ട്യൂട്ടോറിയലായിട്ട് കാണുന്നത്. റേസ്ഡ് ചെയിൻ സ്റ്റിച്ച് എന്നാണ് സ്റ്റിച്ചിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് മുന്താണിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ അതിൻ്റെ ഒരു കുഞ്ഞു വേർഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ് 2 ഡിസൈൻ അടുപ്പിച്ച് ഇതുപോലെ വരുന്നുണ്ട്. ഇതുപോലത്തെ 2 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ് വർക്ക് വരുന്നത്. ബോട്ടം പ്ലീറ്റ്സിലാണ് ഈ വർക്ക് വരുന്നത്. ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നതാണ്. ഈ റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ കഴിഞ്ഞാൽ അടുപ്പിച്ച് തന്നെ ഫസ്റ്റ് പ്ലീറ്റ് വരും. നിങ്ങൾ വെച്ച് നോക്കിയാൽ അറിയാവുമോ, സാരി ഉടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ ആദ്യത്തെ പ്ലീറ്റിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 ഡിസൈൻ അടുത്തടുത്ത് വരുന്നത്. അത് നിങ്ങൾ തയ്ക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, വീഡിയോയിൽ മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ വാട്സപ്പ് മെസ്സേജും അയക്കാറുണ്ട്, എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇത് ഞാൻ സാരി കുത്തുന്നിടത്തു നിന്ന് 45 ഇഞ്ച് അല്ലെങ്കിൽ 44-45 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഈ ഒരു പാറ്റേൺ വരയ്ക്കുന്നത്. അവിടെ നിന്ന് ആക്ച്വലി നമ്മൾ തന്നെ കൈകൊണ്ട് ഒന്ന് പ്ലീറ്റ് എടുത്ത് നോക്കിയേച്ചാൽ മതി. റൈറ്റ് ലെഗ് ബോട്ടം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ് വരും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഡിസൈൻ, പിന്നെ ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത പ്ലീറ്റ് വരുന്നത്. അത് ഞെറിഞ്ഞ് വന്ന് അടുത്തത് എടുത്ത് വരുമ്പോൾ ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വരും. അപ്പോൾ ആദ്യത്തെ 2 അടുപ്പിച്ച് വരും. പിന്നെ 10 ഇഞ്ച് ഗ്യാപ്പിലാണ് എല്ലാ പ്ലീറ്റിലും വരുന്നത്. നമ്മുടെ ഫിംഗറിൽ ഇങ്ങനെ ഞെറിഞ്ഞാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ 1 ഫുൾ ഫിംഗർ ലെങ്ത്ത് വരുമ്പം ഇങ്ങനെയാണ് 10 ഇഞ്ച് ഗ്യാപ്പാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ബോട്ടം പ്ലീറ്റ്സിൽ നമ്മൾ മൊത്തത്തിൽ 5 ഡിസൈനാണ് ഇതുപോലത്തെ കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം കഴിഞ്ഞ് 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തത്, അത് കഴിഞ്ഞിട്ട് 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്തത്, അങ്ങനെ 3 എണ്ണം വരും. ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടത് 4ാമത്തെ വന്നു കഴിഞ്ഞാൽ 4ാമത്തെയും 5ാമത്തെയും ആയിട്ടുള്ള ഗ്യാപ്പ് അധികം വ്യത്യാസമില്ല. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോട്ടം പ്ലീറ്റ്സ് വരുന്നത്. പ്ലീറ്റ്സിൽ ഇത് ഇതുപോലെ ആയിരിക്കും ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ വരുന്നത്. ഇങ്ങനെ അടുപ്പിച്ച് 5 പാറ്റേൺ വരും. മുന്താണിയിൽ ഇത് ഇതുപോലത്തെ ഡിസൈനുമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ സാരി ഉടുത്ത് വരുമ്പം താഴെ മേളും ആയിട്ട് ഇരിക്കുന്നത്.
അപ്പം ഇനി ഇതിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ഒരു റേസ്ഡ് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട്. ഇത് ഞാൻ വളരെ കുഞ്ഞ് സർക്കിളാണ് ഫ്ലവറിന് വരച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് തീരെ കുഞ്ഞ് ഫ്ലവർ പാറ്റേൺ ആയത്. അത് വലുതാവുമ്പം ഇതിപ്പോൾ ഒറ്റ റൗണ്ട് നമ്മൾ തയ്ച്ചിട്ടുള്ളൂ, അപ്പോഴേയും ഇത് ഫില്ലാകും. വലുതാവുമ്പോൾ ഒരു റൗണ്ടിൽ തീരത്തില്ല, 1-2 റൗണ്ട് തയ്ക്കേണ്ട വരും. അപ്പം ഇത് കുഞ്ഞതായതുകൊണ്ടാണ് സാരിയിൽ തയ്ക്കുന്ന വീഡിയോ ഞാൻ ട്യൂട്ടോറിയൽ കാണിക്കാത്തത്. ഞാൻ വേറൊരു തുണിയിൽ ഈ സെയിം പാറ്റേൺ തയ്ച്ച് ഞാൻ സെയിം പാറ്റേൺ അല്ല, സെയിം സ്റ്റിച്ച് തയ്ച്ച് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇവിടെ 2 സർക്കിൾ, ഒരു ഇന്നർ സർക്കിളും ഒരു ഔട്ടർ സർക്കിളും വരച്ചിട്ടുണ്ട്. അപ്പം ഈ സർക്കിളിനെ നമുക്ക് എത്ര ആയിട്ടും ഡിവൈഡ് ചെയ്യാം. അതിപ്പം അത് നമ്മുടെ ഇഷ്ടമാണ്, എത്ര അടുപ്പിച്ച് തിക്കായിട്ട് വേണം എന്നുള്ളത്. ഞാൻ സാരിയിൽ തയ്ച്ചേക്കുന്നത് ആ കുഞ്ഞൊരു സർക്കിൾ തന്നെ ഞാൻ 12 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല, ഇച്ചിരി ലൂസായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് 2 റൗണ്ട് തയ്ച്ചാൽ മതിയാവും, ഫില്ലാവും. ഇതിലും കുഞ്ഞ് സർക്കിളാണ് ഞാൻ സാരിയിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നല്ല, പുറത്തത്തെ സർക്കിൾ മാത്രമാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഉള്ളിലത്തെ സർക്കിൾ നമ്മൾ ബീഡ് വെച്ചിട്ടില്ലേ ആ സാരിയിൽ, ആ ഒരു പോർഷനാണ് ഉള്ളിലത്തെ സർക്കിൾ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുക, 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് തയ്ക്കണം ഈ ഒരു സ്റ്റിച്ച്, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇങ്ങനെ. ഓക്കെ, കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 പാർട്ടീഷൻ ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടീഷൻ ചെയ്ത് വെച്ചാൽ മതി. അതല്ല ഇനിയിപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് വന്നില്ല, പാർട്ടീഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് തന്നെ ഡിസൈൻ വരയ്ക്കുമ്പോൾ തന്നെ എത്രയായിട്ടാണ് നിങ്ങൾ പാർട്ടീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ലൈൻസ് ഒന്ന് വരച്ച് വയ്ക്കുക, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ ഞാൻ 4 ആയിട്ട് പാർട്ടീഷൻ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബാക്കിയത്തെ പാർട്ടീഷൻസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എത്ര വേണം, ഇനി 12 ആക്കണമെങ്കിൽ ഓരോ ഇതിലും 2 വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. നമ്മളിപ്പോൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സർക്കിള്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾക്ക് കുത്തിയെടുക്കാം, ഏത് പോർഷനിൽ വേണമെങ്കിലും ഒരു സെൻറ്റർ പോയിന്റിലായിട്ട് നമ്മൾ കുത്തിയെടുക്കുക. ഇതിപ്പോൾ 2 വട്ടം ഞാൻ മറ്റേതിൻ്റെ അകത്ത് 1 വട്ടം ഞാൻ സർക്കിൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ട് സെൻറ്റർ പോയിന്റിൽ എടുത്തത്. ഇത് 2 വട്ടം സർക്കിൾ ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അതുകൊണ്ട് സെൻറ്റർ പോയിന്റിൽ എടുക്കണ്ട, കുറച്ച് താഴത്തായിട്ട് ഇതുവരെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഈ 2 ഇതിൻ്റെയും നടുക്കിലായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവുക. ഇതുപോലെ ഈ ത്രെഡിൻ്റെ മുമ്പിലുള്ള ത്രെഡിൻ്റെ താഴത്തോട്ട് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സെയിം ത്രെഡിൻ്റെ ഇപ്പം നമ്മൾ ചുറ്റി വെച്ച ആ സെയിം ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ത്രെഡ് ഇപ്പം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത്, അത് ഇങ്ങനെ കൊണ്ടുവന്ന് നീഡിലിൻ്റെ താഴത്തേക്കൂടെ കൊണ്ടുവരിക, ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് വലിക്കുക. ഇപ്പോൾ നമുക്കൊരു കെട്ട് പോലെ കിട്ടി. ഇതുപോലെ നമ്മൾ ഫുള്ളും ഇതുപോലെ ഫില്ല് ചെയ്ത് വരണം, എന്നിട്ട് അടുത്ത റൗണ്ടും അതുപോലെ തന്നെ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വീണ്ടും ഇതിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ ഇതുപോലെ കൊണ്ടുപോവുക. അത് കഴിഞ്ഞിട്ട് ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇതുപോലെ നീഡിലിൻ്റെ താഴത്തേക്കൂടെ ലൂപ്പായിട്ട് വെച്ചിട്ട് ഒത്തിരി വലിച്ച് ടൈറ്റ് ചെയ്യണ്ട കേട്ടോ, അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവത്തില്ല. വീണ്ടും അടുത്ത മുന്നിലുള്ള ത്രെഡിൻ്റെ താഴത്തേക്കൂടെ വലിച്ചെടുക്കുക. വീണ്ടും ആ ത്രെഡിൻ്റെ തന്നെ താഴത്തേക്കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യുന്നു, ത്രെഡ് ഇങ്ങനെ വയ്ക്കുന്നു. എളുപ്പത്തിൽ തന്നെ തയ്ച്ച് ഇതിൻ്റെ അകത്ത് തെറ്റ് വരാനുള്ള ചാൻസസ് കുറവാണ്. ഇങ്ങനെ വീണ്ടും ത്രെഡിൻ്റെ താഴത്തേക്കൂടെ കൊണ്ടുപോകുന്നു. ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ കൊണ്ടുപോയിട്ട് നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് വെച്ചിട്ട് വലിക്കുന്നു. എത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് പോകാം. ഇത് ഇങ്ങനെ താത്തി കൊടുത്തിട്ട് ഒരു ലെയറും കൂടെ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ, ഇതിവിടെ ഗ്യാപ്പുണ്ട്, ഒരു ലെയറും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതല്ല ഇങ്ങനെ ലൈൻസായിട്ടാണ് വെക്കണ്ടേ എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ ഇവിടം വരെ തയ്ച്ചു കഴിഞ്ഞു, ഒരു റൗണ്ട് കഴിഞ്ഞു. നമുക്കിവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ തന്നെ ഈ ഒരു ഫ്ലവറിനെ വെക്കാം. അപ്പോൾ വരയ്ക്കുമ്പോൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ ഈ ഔട്ട്ലൈൻ വളരെ ലൈറ്റായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഈ ലൈൻസ് കാണും. ഓക്കെ, അതല്ല ഇനി ഫുള്ളും ഫില്ല് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ അടുത്ത ഇതിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ കുത്തിത്താത്തി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതല്ല ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അടുത്ത ഇതിലോട്ട് വീണ്ടും ഇങ്ങനെ മേളിലോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയേച്ചാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ വരും. വീണ്ടും നമ്മൾ ഇതിൻ്റെ താഴത്തുനിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതിൻ്റെ താഴത്തുനിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ വർക്കിൻ്റെ സൈഡ് ഇടയിൽ കൂടെ എടുക്കരുത്, ആ ത്രെഡിൻ്റെ താഴത്തെ കൂടെ മാത്രം എടുത്തിട്ട് പോവുക. അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ മേളിലോട്ട് പൊക്കോളും. ഇനി അങ്ങനെ ഒന്ന് വീണ്ടും ഫില്ല് ചെയ്തങ്ങ് പോയേച്ചാൽ മതി. ഇപ്പോൾ കാണിച്ച പോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് പോവുക. കണ്ടോ, ഇതുവരെ വീണ്ടും ഫില്ല് ചെയ്ത് വയ്ക്കുമ്പോൾ അത് തിക്കായിട്ടുള്ള ഫ്ലവർ പാറ്റേൺ ആയിക്കോളും. ഇപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത് തയ്ച്ച്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഇത്തിരി ഗ്യാപ്പ് വരുന്നത് വെച്ചാൽ താഴെ നല്ലോണം അടുത്തടുത്തും ഇവിടെ അകന്നകുന്നുമാണല്ലോ പാർട്ടീഷൻ ചെയ്യുമ്പോൾ വരുന്നത്. ആ ഒരു ഇതാണ് താഴെ അടുത്തും ഇവിടെ അകന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അകൽച്ച വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ 12 എന്നുള്ളത് കുറച്ചും കൂടെ അഡീഷണൽ പാർട്ടീഷൻ ചെയ്ത് വെച്ചാൽ മതി. സർക്കിളിൻ്റെ വലുപ്പം കൂടുന്നതനുസരിച്ച് അതനുസരിച്ച് നമ്മൾ കൂട്ടി വെച്ചാൽ മതി പാർട്ടീഷൻ, നമ്പർ ഓഫ് പാർട്ടീഷൻസ്. അപ്പോൾ ഇങ്ങനെയാണ് റേസ്ഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്യണത്. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് ബീഡോ അതല്ല ഫ്രഞ്ച് നോട്ടോ എന്ത് വേണമെങ്കിലും സീക്വൻസോ ഏത് വേണമെങ്കിലും വെക്കാമെന്നാണ്. ഇപ്പോൾ മിറർ വെച്ചിട്ട് തയ്ച്ചിട്ട് അതിന് ചുറ്റും ഇത് തയ്ക്കണമെങ്കിൽ അതും നല്ലതാണ്. അപ്പം അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആക്കാം. മിററൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, നടുക്ക് മിററും ചുറ്റും ഇത് തയ്ക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. പിന്നെ കളർ കോമ്പിനേഷൻ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചിനെ ഒത്തിരി അതിനെ എന്താ കാഴ്ചയിൽ ഭംഗി കൂട്ടാം നമുക്ക്. അതിൻ്റെ കളർ കോമ്പിനേഷനും ഇത് ഡിസൈൻ ചൂസ് ചെയ്യണതൊക്കെ നോക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇത് ഫുള്ളും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റിച്ചാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ റേസ്ഡ് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ പാറ്റേൺ തയ്ക്കാൻ പഠിച്ചു. ഇത് ഫ്ലവർ തയ്ക്കാം, അതുപോലെ തന്നെ ബോർഡർ തയ്ക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഫില്ലിങ്സ് ആയിട്ടും തയ്ക്കാം. അതല്ല ഇപ്പം ഒരു ബാസ്ക്കറ്റ് ആണെങ്കിൽ ബാസ്ക്കറ്റിൻ്റെ ഫില്ലിങ് അങ്ങനെ തയ്ക്കാം, ഫ്ലവർ തയ്ക്കാം. അതല്ല ബോർഡറിൽ കൂടെ വെറുതെ ഇതായിട്ട് പോണെങ്കിൽ അല്ലെങ്കിൽ വേവി ആയിട്ടുള്ള ഒരു ലൈൻ ആണെങ്കിൽ അതിലൊക്കെ ഇത് തയ്ച്ച് പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് പാറ്റേൺസ് ഇതിങ്ങനെ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് എന്തൊക്കെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് തയ്ക്കാം. അപ്പോൾ അതെന്തൊക്കെ ബ്യൂട്ടിഫുൾ ആവുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.